എല്ലാവർക്കും പുതിയൊരു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓഹരി വിപണികളെ കുറിച്ച് അല്ലേ. ഈ ഓഹരി വിപണികൾ എത്ര കണ്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി രൂപത്തിലുള്ള ഒരുപാട് ബിസിനസ് സംഘടനകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ബിസിനസിന്റെ കാതലായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഹരികളെ കുറിച്ചുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഓഹരികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ എന്താണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഓഹരികൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എപ്പോഴേക്കും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഷെയർ മാർക്കറ്റിലുള്ള വില ഇടിഞ്ഞു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താണത്? നമ്മൾ കമ്പനി രൂപീകരണത്തിനുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതായത് ജോയിന്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സംഘടനകൾ ഒരുമിച്ച് കൂടി ചേർന്ന് അങ്ങനെയാണ് ഒരു ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പച്ച പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കമ്പനിയുടെ, അതായത് ഏതൊരു കമ്പനിയാണോ അതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള കമ്പനികളുടെയും കോൺട്രിബ്യൂഷൻസ് സമഗ്രമായിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന, അതിലുള്ള കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പച്ച പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തില് കമ്പനി രൂപീകരണത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വ്യാപാരം തുടങ്ങുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് മുതൽ മുടക്ക് നടത്തി വ്യക്തികൾ സ്വമേധയാ സംഘടിച്ച് രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മുതൽ മുടക്കിനെ നമ്മൾ എന്താ പറയുക? മൂലധനം എന്നും മൊത്തം മൂലധനത്തെ നമ്മൾ ഓഹരി മൂലധനം എന്നും പറയുന്നത്. അപ്പൊ ഇതിന് ധാരാളം യൂണിറ്റുകളായിട്ട് വിഭജിക്കുന്നതിന് ഓരോ യൂണിറ്റും എന്താണ്, അതിൽ ഓരോ ഇതിനെയും നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ യൂണിറ്റുകളായിട്ട് വിഭജിക്കുന്നു പറഞ്ഞു. അതിൽ ഓരോ യൂണിറ്റിനെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഓഹരി എന്നാണ് വിളിക്കുന്നത് അല്ലെ. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓഹരി, അതിന്റെ ഒരു പോർഷൻ ആണല്ലോ. അതുപോലെ തന്നെ ഇനി നമ്മൾ കമ്പനി നിയമപ്രകാരം അല്ലെ, നമ്മൾ കമ്പനി നിയമമുണ്ട്. അതായത് നമ്മളെ കോർപ്പറേറ്റീവ്സ് ആക്ട് 1956 കമ്പനി നിയമപ്രകാരം കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ അർത്ഥം വിവരിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് 1956 ഇന്ത്യൻ കമ്പനി നിയമമാണ്. ഈ ഒരു നിയമം ഭേദഗതി വരുത്തി കമ്പനീസ് ആക്ട് 2013 രൂപീകരിക്കുകയുണ്ടായി. 2013 രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു നിയാമകം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അല്ലെ, നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിത്വം, അതിന്റെ ഒരു സ്ഥായി ഭാവവും, അതുപോലെ തന്നെ പൊതുമുദ്രയുള്ള, പൊതുവായിട്ട് ലാബൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയെയാണ് നമ്മൾ, ഒരു കൂട്ടം വ്യക്തികളെയൊക്കെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പനികൾ തന്നെ കുറെ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് മൾട്ടിനാഷണൽ കോഓപ്പറേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ ഫാക്ടറികൾ, അവിടുത്തെ ശാഖകൾ എന്നിവ സ്ഥാപിച്ച് അവിടങ്ങളിലെല്ലാം തന്നെ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ, മൾട്ടിനാഷണൽ കോഓപ്പറേഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി 1956 കമ്പനീസ് ആക്ട് പ്രകാരം പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. ഏതാണ്? 1956 കമ്പനീസ് ആക്ട് പ്രകാരം പബ്ലിക് കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. ഈ പബ്ലിക് കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അതാണ്. ഒന്ന് എന്താണ്? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞത് അതിൽ ചുരുങ്ങിയ അംഗസംഖ്യ ഉണ്ടാവുള്ളൂ അല്ലെ. പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 50 ആണ്. ചുരുങ്ങിയത് എന്താണ്? 2 വേണം, കൂടിയത് 50. അത് പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിലോ ചുരുങ്ങിയ അംഗസംഖ്യ 7, പരമാവധി അംഗസംഖ്യ ഒന്നുമില്ല, എത്ര വേണമെങ്കിലും ആവാം. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പേരിനൊപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്ക നിർബന്ധമാണ്. എന്നാൽ പേരിനൊപ്പം ലിമിറ്റഡ് എന്ന് ചേർക്കണം എന്ന് അങ്ങനെയുള്ള എന്താണ് ചേർക്കാം
അതിനെ പേരിനൊപ്പം ലിമിറ്റഡ് എന്ന് ചേർക്കണമെങ്കിൽ ചേർക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓഹരി കൈമാറ്റം നിയന്ത്രിക്കപ്പെടും. എന്നാൽ പബ്ലിക്കിലാണെങ്കിൽ ഓഹരി കൈമാറ്റം അങ്ങനെ നിയന്ത്രിക്കപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അടവ് മൂലധനം 1,00,000 രൂപയിൽ കൂടാൻ പാടില്ല. അടവ് മൂലധനം 1,00,000 രൂപയിൽ കൂടാൻ പാടില്ല. പക്ഷെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ അടവ് മൂലധനം 5 ലക്ഷം രൂപയിൽ കുറയരുത് എന്നാണ് പറയുന്നത്. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ പേരിൽ നിന്ന് തന്നെ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പേരിനൊപ്പം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും, പബ്ലിക് കമ്മിറ്റി ആണെങ്കിൽ പേരിനൊപ്പം ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് എന്നോ ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി ഈ കമ്പനി എന്നത് കൃത്രിമ വ്യക്തിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് 1956 ഇന്ത്യൻ കമ്പനി നിയമമാണ് അല്ലെ. അപ്പൊ പ്രത്യേകമായിട്ടുള്ള നൈയാമികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വ്യക്തിത്വവും സ്ഥായീഭാവവും പൊതുമുദ്രയുള്ള നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി എന്നാണ് നമ്മൾ പൊതുവെ കമ്പനിയെ നിർവചിച്ചിട്ടുള്ളത് അല്ലെ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് സംയുക്ത സംരംഭം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് സംയുക്ത സംരംഭം? 2 അതിലധികമോ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയോടെ രൂപീകരിക്കപ്പെട്ട സംരംഭം എന്താണ് എന്നൊക്കെയാണ് ചോദ്യം അല്ലെ. യഥാർത്ഥ പങ്കാളിത്തമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഏകോപനമോ ഒന്നുമില്ലാതെ ലാഭത്തിന് വേണ്ടി ഒറ്റ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 അതിലധികമോ കമ്പനികളുടെ ഒരു കൂട്ടുകെട്ടിനെയാണ് നമ്മൾ സംയുക്ത സംരംഭം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് പബ്ലിക് കമ്പനിയുടെ സവിശേഷതകൾ വ്യക്തമാക്കുക. പബ്ലിക് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കാൻ ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞു 7 അംഗങ്ങൾ വേണം അല്ലെ. ചുരുങ്ങിയത് 5 ലക്ഷം രൂപയുടെ അടച്ചു തീർത്ത മൂലധനം ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ എന്താണ്? കൂടിയ അംഗസംഖ്യ എത്രയെന്നൊന്നുമില്ല, എത്ര വേണമെങ്കിലും ആകാവുന്നതാണ്. അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓഹരികൾ ഇഷ്ടാനുസരണം നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കമ്പനികൾ അവയുടെ പേരിന്റെ കൂടെ പബ്ലിക് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ലിമിറ്റഡ് എന്നോ ചേർക്കണം എന്ന് പറഞ്ഞു. അടുത്തത് പ്രൈവറ്റ് കമ്പനിക്ക് അനുവർത്തിക്കേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ 1 ലക്ഷം രൂപയിൽ കുറയാതെ അടച്ചു തീർത്ത ഓഹരി മൂലധനത്തോടെ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 വ്യക്തികളെങ്കിലും ചേർന്ന് രൂപീകരിക്കപ്പെട്ട കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് അല്ലെ. അതില് എന്താണ്? 1956 കമ്പനി നിയമപ്രകാരം ഇത്തരം കമ്പനികളിലെ അംഗസംഖ്യ 50-ൽ കൂടാൻ പാടില്ല. 2 ആളെന്നാൽ വേണം താനും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലകൾ ഏതെല്ലാം എന്നുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമാകുകയും കൂടിയ സാമ്പത്തിക വിഭവങ്ങൾ ആവശ്യമായി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് കമ്പനി രൂപത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതൽ ഉചിതമാകുന്നത്. അപ്പോൾ അംഗങ്ങളുടെ ബാധ്യത പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ കൂടിയ മൂലധനം നമുക്ക് സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം. ഇനി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വളരെ നഷ്ടസാധ്യതയുള്ള ബിസിനസ് ഇടപാടുകൾ ഒഴിവാക്കാൻ തീരുമാനിക്കുക. നഷ്ടസാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് ലഘൂകരിക്കാനുള്ള അഗ്നിശമന ഉപകരണങ്ങൾ അല്ലെ, തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ മുൻകരുതൽ നടപടി സ്വീകരിക്കുക. വിവിധ തരം നഷ്ടസാധ്യതകൾക്കെതിരെ അനുയോജ്യമായിട്ടുള്ള കുറെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. പിന്നെ കുറെ കിട്ടാക്കടങ്ങൾ, സംശയാസ്പദമായിട്ടുള്ള കടങ്ങൾ, നിക്ഷേപ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങിയിട്ടുള്ള നഷ്ടസാധ്യതകൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കുക. അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കുറെ സംയുക്ത സംരംഭങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ, കൂട്ടായിട്ടുള്ള ഈ സംയുക്ത സംരംഭങ്ങളുടെ സവിശേഷത എന്താണ്? വിപണിയിൽ
ഒരുപാട് മത്സരം ഉണ്ടാവും അല്ലെ, ഒരേപോലെയുള്ളതാകുമ്പോൾ ഒരുപാട് മത്സരം ഉണ്ടാവും. അപ്പൊ ഈ മത്സരത്തിന് അനുകൂല സന്ദർഭങ്ങൾ വർദ്ധിപ്പിക്കാനും അതിലെന്തെങ്കിലും നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ അത് ലഘൂകരിക്കാനൊക്കെ പ്രാബല്യമാകുന്ന ഒന്നാണ് ഈ സംയുക്ത സംരംഭങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് എന്താണ്, നിയമപരമായിട്ടാണ് അത് രൂപീകരിക്കുന്നത്, പിന്നെ അതിന് കൃത്രിമമായിട്ടുള്ള വ്യക്തികളായിരിക്കാം, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നിയമാവലികളായിരിക്കാം, ഒരു പൊതുവെയുള്ള ഒരു കോമൺ സീൽ, ഒരു മുദ്ര അതിനുണ്ടായിരിക്കും, അതിനൊരു സ്ഥായി ഭാവം ഉണ്ടായിരിക്കും, പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, അതായത് ക്ലിപ്തമായിട്ടുള്ള ബാധ്യത ആയിരിക്കും, ജനാധിപത്യ പരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആയിരിക്കും അതിനുണ്ടാകുക, പിന്നെ അതിന്റെ അംഗസംഖ്യ, മൂലധനം, ഓഹരി കൈമാറ്റം എന്നതൊക്കെ പ്രത്യേകതയുള്ളതാണ്. ഇനി ഈ അതിലൊന്നാമത്തത് നമ്മൾ പറഞ്ഞു നൈയാമിക രൂപീകരണം. എന്താ ഈ നൈയാമിക രൂപീകരണം? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിയമാനുസൃതം സംഘടിപ്പിച്ച ഒരു സംഘടനയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം അത്. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്നതോടെ ആ കമ്പനിക്ക് നിയമപരമായിട്ടുള്ള അസ്തിത്വം കൈവരുന്നു എന്നുള്ളതാണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നൈയാമികമായ വ്യക്തിത്വമായിരിക്കും അല്ലെ. അതിന് ഒരു പൊതുവായിട്ടുള്ള മുദ്രയുണ്ടായിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിനൊരു സ്ഥായി ഭാവം ഉണ്ടായിരിക്കും, ഒരു പെർസെപ്ഷൻ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, പിന്നെ അതിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, ഓഹരി കൈമാറ്റത്തിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഗുണങ്ങളെ കുറിച്ചാണ്. എന്താണ് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ? എന്താണ് ഈ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഫാക്ടറികളോ അതിന്റെ ശാഖകളോ എന്നിവ സ്ഥാപിച്ച് അവിടങ്ങളിലെല്ലാം വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനിയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നടത്തുന്നത് വേറെ രാജ്യങ്ങളിൽ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സോണി, ഹൂണ്ടായി, കൊക്കക്കോള കമ്പനികളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിന് വിദേശ മൂലധന നിക്ഷേപമാണ് ഉണ്ടാവുക. ഇതിന് തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കാൻ പറ്റും. ആധുനിക സാങ്കേതിക വിദ്യകൾ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച അതിന്റെ കൂടെ ഉണ്ടാവും. കയറ്റുമതി വർദ്ധിക്കും, വിദേശ നാണയം ലഭിക്കും, ആരോഗ്യകരമായിട്ടുള്ള മത്സരം ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും അല്ലെ. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനെ എന്ത് ചെയ്യുന്നത്, വികസനത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിലെ 6ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി രൂപത്തിലുള്ള ബിസിനസ് സംഘടനകളെ കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ കുറിച്ച് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.